എൻ്റെ പേര് ബിന്ദു. ഞാൻ കട്ടപ്പനയിൽ നിന്ന് വരുന്നു. ഞാൻ 2024 ജൂൺ 4-ാം തീയതിയാണ് ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനു മുൻപ് ഞാൻ 2.5 വർഷക്കാലം കുവൈറ്റിലായിരുന്നു. ഞങ്ങൾക്ക് കൃപാസനത്തെ പറ്റിയോ കൃപാസന മാതാവിനെ പറ്റിയോ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ യൂട്യൂബിലൂടെയാണ്, ഒരു അറബി വീട്ടിൽ ഹൗസ് മെയ്ഡായിരുന്നു ഞാൻ. അവിടെ എനിക്ക് യൂട്യൂബിലൂടെയാണ് ഞാൻ മാതാവിൻ്റെ പ്രാർത്ഥനകളും അച്ഛൻ്റെ ധ്യാനങ്ങളൊക്കെ കൂടാൻ എനിക്ക് മാതാവ് ഒരു അവസരം തന്നു. അത് എൻ്റെ മകൻ, നിൽക്കുന്ന എൻ്റെ മകന് വേണ്ടിയായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ കണ്ണുനീര് വാർത്തത്. 2.5 വർഷക്കാലം ഞാൻ അവിടെ ആയിരുന്ന സമയത്ത് എൻ്റെ മകൻ ഒരുപാട് മദ്യത്തിലും എല്ലാത്തിലും അടിമയായിട്ട് കഴിഞ്ഞു. ഞാൻ അപ്പോൾ അമ്മയോട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, ഞാൻ നാട്ടിൽ വരുമ്പോൾ നിൻ്റെ അൾത്താരയിൽ ഈ മകനുമായിട്ട് നിന്ന് സാക്ഷ്യം പറയാൻ നീ എന്നെ അനുവദിക്കണേ. അതുമാത്രം ഞാൻ ഓരോ രാത്രിയിലും കരഞ്ഞ്. കിട്ടുന്ന സമയം അറബി വീടാണ്, എപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ എപ്പോഴും ഞാനൊരു ഹിന്ദുവാണ്, പക്ഷേ എനിക്ക് ജപമാല അറിയില്ല, വിശ്വാസപ്രമാണം അറിയില്ല. എല്ലാം മാതാവ് എങ്ങനെയൊക്കെയോ എന്നെ പഠിപ്പിച്ചു. അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു. എയർപോർട്ടിൽ നിന്ന് ഇവിടെ വരുന്ന വഴി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 2ാമത്തെ ഉടമ്പടി പുതുക്കുന്നതിന് മുൻപ് തന്നെ എൻ്റെ മോൻ എല്ലാ ദുശീലങ്ങളിൽ നിന്നും മാറി അവൻ സ്വയം പള്ളികളിൽ ധ്യാനം കൂടുകയും അവിടെ നിന്ന് അവൻ എല്ലാ പ്രാർത്ഥനകളിലും പങ്കെടുക്കുകയും എന്നോടൊപ്പം ഞാൻ പോലും വിളിക്കാതെ, കഴിഞ്ഞ തവണ ഉടമ്പടി എടുക്കാൻ ഞാൻ പുതുക്കാൻ വന്നപ്പോൾ ഞാൻ പോലും വിളിക്കാതെ എൻ്റെ കൂടെ പറഞ്ഞു, അമ്മേ ഞാനും വന്ന് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുവാന്ന് പറഞ്ഞു. ഇന്ന് 3 മാസം 4-ാം തീയതി തികഞ്ഞു. പക്ഷേ ഇന്നാണ് വരാൻ പറ്റിയത്. പക്ഷേ അവൻ 2ാമത് ഇന്ന് വന്നു, വീണ്ടും ഉടമ്പടി പുതുക്കി. അവന് മാതാവും യേശുപ്പച്ചനും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സൗഖ്യം. അവനൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനും പെണ്ണിനും അവനുമായിട്ട് സന്തോഷത്തോടെ ഇന്ന് കഴിയുന്നു. ഇന്നും എൻ്റെ മകൻ മദ്യം ഉപേക്ഷിച്ചിട്ട് 1 വർഷവും 1 മാസവുമായി. ഇന്ന് വരെ അവൻ പിന്നെ സാധനം തൊട്ടില്ല. 15 വർഷമായി അവൻ അതിനടിമയായിരുന്നു. ഈ മാതാവ് മാത്രമാണ് എനിക്ക് അതിൽ നിന്നൊരു മോചനം തന്നത്. പിന്നെ എൻ്റെ കടഭാരങ്ങൾ, ഞങ്ങൾക്ക് വീടില്ലായിരുന്നു. ഇവനൊരു ആക്സിഡൻറ്റ് പറ്റി 5 വർഷമായിട്ട് ആ കേസിൻ്റെ ഒരു ഇതായില്ല. കഴിഞ്ഞ തവണ ഞാൻ ഉടമ്പടിയിൽ മാതാവിനൊരു ഡേറ്റ് പറഞ്ഞു, മാതാവേ ഈ കേസ് എത്രയും പെട്ടെന്ന് തീർത്ത് ഞങ്ങൾക്കൊരു ഭവനം തരണേ, ഇവൻ എന്തെങ്കിലും ഒരു വരുമാന വഴി കാണിച്ചു കൊടുക്കണേന്ന്. എൻ്റെ മാതാവ് പറഞ്ഞ ആഴ്ചയിൽ തന്നെ, ആ ചൊവ്വാഴ്ച ഇന്ന് നടക്കുന്നതെല്ലാം അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൻ്റെ ദിവസങ്ങളിൽ 3 പ്രാവശ്യം കേസിൻ്റെ അവധി വന്നു. കേസ് വിധിയായി. മിനിഞ്ഞാന്ന് ഞങ്ങൾക്ക് അവൻ്റെ ആ പൈസ ഇവൻ്റെ അക്കൗണ്ടിൽ വന്നു. ഞങ്ങൾ നാളെ ഇവനുള്ള ഭവനം പണിക്കുള്ള കുറ്റിയടിക്കുകയാണ്. അതും തിരുക്കുമാരനും അമ്മയും ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പിന്നെ ഞാൻ കട്ടപ്പനയിലാണ്. എന്നെ പറ്റുന്നിടത്തോളം ഞാൻ അടുത്തുള്ള ആശ്രമത്തിൽ പോയി പ്രേക്ഷിത വേല ചെയ്യാറുണ്ട്. ഭക്ഷണം വെച്ച് കൊടുക്കും, പത്രങ്ങൾ കൊടുക്കും. ഇനിയും മുന്നോട്ട് ഉടമ്പടിയിൽ തന്നെ എൻ്റെ നിത്യത വരെ എൻ്റെ കുടുംബവും, എൻ്റെ ഭർത്താവാണേലും ഇപ്പോൾ ഭർത്താവും മദ്യവയ്ക്കുമായിരുന്നു. എൻ്റെ ഭർത്താവും ഇപ്പോൾ പ്രാർത്ഥിക്കാനും പള്ളിയിൽ വരാനും കുർബാന കൊള്ളാനും എല്ലാം ഞങ്ങളുടെ കൂടെയുണ്ട്. കുടുംബ പ്രാർത്ഥനയുണ്ട്, ബൈബിൾ വായിക്കും. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ശാന്തി സമാധാനം മാത്രമേ ഉള്ളൂ, സന്തോഷം. ഇനിയും ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ എന്നെ അനുവദിക്കണേ എന്ന് എൻ്റെ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 8-ാം തിരുവചനം. നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. ഇതാ നിന്റെ മുൻപിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്നൊരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. നിന്റെ ശക്തി പരിമിതമാണ്, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചതുമില്ല. നാം ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ നമുക്കറിയാം നാം അയോഗ്യരാണെന്ന് എപ്പോഴും നമുക്ക് ഒരു ഓർമ്മയുണ്ടായിരിക്കും. എൻ്റെ അയോഗ്യതകളിലെല്ലാം കൃപ നിറയുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. അതാണ് ഉടമ്പടി ജീവിതം. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നമ്മുടെ അയോഗ്യതകളെ നാം ഈശോയ്ക്ക് സമർപ്പിച്ചു കഴിയുമ്പോൾ പരിശുദ്ധ അമ്മയാണ് ഈശോയോട് പറയുന്നത്, മകനെ അവർക്ക് വീഞ്ഞില്ല, മകനെ അവർക്ക് ജോലിയില്ല, മകനെ അവർക്ക് ദുശീലങ്ങളുണ്ട്, അത് മാറ്റിക്കൊടുക്കണം, മകനെ അവർക്ക് സഹോദരങ്ങളുടെ സ്നേഹമില്ല, മകനെ അവർക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധ അമ്മ എപ്പോഴും ഈശോയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഉടമ്പടി ജീവിതം. ഉടമ്പടിയിലേക്ക് വന്നു കഴിയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നിന്ന് ഈ ബിന്ദുമോൾ പ്രാപിച്ചെടുത്ത വലിയ അനുഗ്രഹങ്ങളാണ് ഇപ്പോൾ നാം ശ്രവിച്ചത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം.
15 വർഷമായിട്ടുണ്ടായിരുന്ന മകൻ്റെ മദ്യപാനത്തിൽ നിന്നുള്ള വലിയ വിടുതൽ ഈ ഉടമ്പടി ജീവിതത്തിലൂടെ മകന് സാധിക്കുകയും അതിൻ്റെ ഒരു അപ്രൂവൽ കൂടിയാണ് മകൻ വീണ്ടും വീണ്ടും ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഉടമ്പടി ഒരു വലിയ കരുതലാണ്, ഒരു സ്നേഹമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയതോടുകൂടി ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ടായെന്നാണ് ഇവിടെ ബിന്ദുമോൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഉടമ്പടി വിശ്വസ്തയോടുകൂടി ആയിരിക്കുമ്പോൾ ഇത് ഞാനും എൻ്റെ ഈശോയും തമ്മിലുള്ള ഒരു വലിയ സ്നേഹബന്ധമാണ്. ഒരിക്കലൊരു സഹോദരൻ ഇവിടെ ഈ അൾത്താരയിൽ പറഞ്ഞു, ഇത് ഒരു റിലിജനല്ല, ക്രിസ്ത്യാനിറ്റി ഒരു റിലിജനല്ല, ഇതൊരു റിലേഷൻഷിപ്പാണ്, റിലേഷൻഷിപ്പ് വിത്ത് മീ ആൻഡ് മൈ ജീസസ് എന്ന് അദ്ദേഹം വളരെ ശക്തമായി ഇവിടെ പ്രസ്താവിക്കുകയുണ്ടായി. ഇതൊരു വ്യക്തിബന്ധമായതുകൊണ്ട് തന്നെ ഈശോ നമ്മുടെ കാര്യങ്ങളിൽ എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കും, നമുക്ക് എപ്പോഴും സാമീപ്യവും സഹായവും തന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇവർക്ക് ഒരു ആക്സിഡൻറ്റിൻ്റെ കേസിൽ ഈ മകൻ്റെ കേസ് ഒരു പ്രകാരത്തിലും അതിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നില്ലായിരുന്നു. പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതിൽ ഇവർക്ക് വിധി അനുകൂലമായി വരികയും അവരെ അതിന് ഒരു വീട് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതകൾ, അവർക്ക് സാമ്പത്തിക സഹായം ലഭിക്കുകയും ചെയ്തു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. നാം ഒരു ദുശീലത്തെ വിട്ടുകൊടുക്കുമ്പോൾ നമുക്ക് വിശുദ്ധി നമ്മിലേക്ക് കടന്നു വരികയാണ്. വിശുദ്ധിയിൽ മാത്രമേ ഈശോയ്ക്ക് ഇടപെടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നിത്യതയോളം നമുക്ക് ഈശോയോട് കൂടെ പോകുവാൻ, നിത്യതയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ വിശുദ്ധി മാത്രമേ ഉള്ളൂ. വിശുദ്ധരാണ് അവിടെയുള്ളത്. നിത്യതയിലേക്കുള്ള പ്രയാണത്തിലാണ് നമുക്കെപ്പോഴും വിശുദ്ധരായിരിക്കാം. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരു വലിയ കയ്യടി നൽകി ബിന്ദുമോളുടെ സാക്ഷി നമുക്ക് സമർപ്പിച്ച് നമ്മുടെ നിയോഗങ്ങളെ ചേർത്ത് വയ്ക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.